എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലൂസിഡ് ഡ്രീം ഒരു 21 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് എല്ലാ വിധത്തിലുള്ള സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് നടത്താനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതിലൂടെ നമുക്കൊരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, ആഴത്തിലുള്ള ഘട്ടം ഘട്ടമായി ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താവുന്ന അതിപ്പോൾ തന്നെയല്ല ഒരു ആന്തരിക യാത്രയാണ്. അപ്പോൾ ഈ ലൂസിഡ് ഡ്രീം എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ 20 സ്റ്റെപ്പുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൻ്റെ ഓരോ ആഴങ്ങളിൽ പോയി ഓരോ സ്റ്റെപ്പിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പറയാം. നിങ്ങളത് ലൂസിഡ് ഡ്രീമിൻ്റെ ലേണിംഗ് എടുത്ത് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് വ്യക്തമാകും. അപ്പോൾ ഈ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് വിശദമായിട്ടുള്ള ലേണിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ 20 സ്റ്റെപ്പുകളിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വളരെ ഏറ്റവും സ്വസ്ഥമായി ഇരുന്ന് കിടന്ന് കണ്ണുകളൊക്കെ അടച്ച് അപ്പോൾ നമ്മൾ ശ്വാസം എടുത്ത് ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിലേക്ക് നമ്മൾ വരുത്തി ബോഡിയൊക്കെ നമ്മൾ റിലാക്സ് ചെയ്ത് മൈൻഡിനെ റിലാക്സ് ചെയ്ത് സാധാരണ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും ഒക്കെ നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ അപ്പോൾ അതൊരു 5 മിനിറ്റോ 6 മിനിറ്റൊക്കെ എടുക്കുന്നതായിരിക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ വീഡിയോ ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം വീഡിയോ അല്ല ഓഡിയോ ഓൺ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ കിട്ടും. പുറത്തുനിന്ന് കോൾ വരാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങളത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് വരുന്നത്, സ്റ്റെപ്പ് 1. അപ്പോൾ സ്റ്റെപ്പ് 1-നകത്ത് നമ്മൾ ഈ ഇപ്പോഴത്തെ മെഡിറ്റേഷൻ നമ്മൾ അല്ലെങ്കിൽ ഇതൊരു മെഡിറ്റേഷനാണ്, ഭയങ്കര ശക്തമായ ഒരു മെഡിറ്റേഷനാണ് ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം നമ്മൾ എന്തിനു വേണ്ടിയാണ്? പ്രധാനമായിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നെയുമല്ല നമ്മൾ ചെയ്യുന്ന ഈ ഒരു ലൂസിഡ് ഡ്രീമിനകത്ത്, ലൂസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, അവയർനെസ്സോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ ഇത് സ്വപ്നമാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. സ്വപ്നം നമ്മൾ പറയുന്ന തിരഞ്ഞെടുക്കുന്ന സ്വപ്നമായിരിക്കും നമ്മൾ ഓരോ ദിവസവും കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണിത് കാണുന്നത്? അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഇൻറ്റൻഷൻ കൊടുക്കുകയാണ്. ഇൻറ്റൻഷൻ കൊടുത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നിർദ്ദേശം ശക്തമായിട്ട് റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ 8-10 പ്രാവശ്യം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ നിർദ്ദേശം കൊടുക്കും. നമ്മൾ ഉറക്കം കൂടി പോകത്തില്ല, അതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിയും വ്യക്തമായിട്ട്. എന്നിട്ട് നമ്മളത് ഓർത്തിരിക്കും. എന്നിട്ട് ഞാനത് ഡ്രീം ജേണലിനകത്ത് എഴുതും എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടൊരു നിശ്ചയദാർഢ്യം ഉപബോധ മനസ്സിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വരുമ്പോൾ ബോഡി റിലാക്സേഷനാണ്. അപ്പോൾ അത് ശരീരത്തിൻ്റെ കാലിൻ്റെ പാദങ്ങൾ മുതൽ നമ്മൾ ഓരോരോ മസിലുകളെയും റിലാക്സ് ചെയ്ത് ഇൻറ്റേർണൽ ഓർഗൻസും എല്ലാം റിലാക്സ് ചെയ്ത് ശരീരത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ബ്രെയിൻ വരെ റിലാക്സ് ചെയ്യുന്നതാണ് നമുക്ക് രണ്ടാമത്തെ. മൊത്തമേ ഒരു ആൽഫ ലെവലിൽ നമ്മളൊരു തീറ്റ ലെവലിലേക്ക് നമ്മൾ കടന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്സസ് വളരെ എളുപ്പമാക്കും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മൈൻഡിനെ കാം ചെയ്യുന്നതാണ്. അപ്പോൾ അത് പല വിധത്തിൽ ചെയ്യാനായിട്ടുള്ള ടൂളുകളുണ്ട്. അപ്പോൾ ചിന്തകളുടെ ശബ്ദം, അപ്പോൾ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു നീലാകാശം പോലെ വളരെ വലിയ വിസ്തൃതമായി പോകും മനസ്സിനകത്ത്. എന്നിട്ട് നമ്മൾ ചിന്തകൾ വരുന്നത് മേഘങ്ങൾ അതിലൂടെ വന്ന് കടന്നു പോകുന്നത് പോലെ നമ്മളതിനെ കാര്യമായി ഗൗനിക്കുന്നില്ല, പക്ഷെ ചിന്തകൾ പോകുന്നു എന്നറിയാം. ചിന്തകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിന്തകൾ എപ്പോൾ വന്നാലും ചിന്തകൾക്ക് വികാരം കൊടുക്കുന്നില്ലെങ്കിൽ ചിന്തകൾ വളരെ വീക്കാവും. എപ്പോഴെങ്കിലും വികാരം കൊടുത്തു കഴിഞ്ഞാൽ ചിന്ത ഭയങ്കര സ്ട്രോങ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തകൾക്കൊരു വികാരം കൊടുക്കാതെ ഗൗനിക്കാതെ നമ്മൾ എത്രമാത്രം ചിന്തകൾ വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിനെ കയറി പിടിക്കുക, അതുമായിട്ട് ഇമോഷൻ കൊടുക്കാതിരുന്നാൽ മാത്രം മതി. അതല്ലെങ്കിൽ നമ്മൾ നീലാകാശമാണ്, ആകാശത്തിലെ പക്ഷികളെ പോലെ ചിന്തകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അവരെ ഗൗനിക്കുന്നില്ല. അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജാണ് നമ്മളൊരു ഹിപ്നാഗോഗിക് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ മൈൻഡും റിലാക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോഴും സ്വപ്നത്തിനകത്ത് കയറിയിട്ടില്ല, നമ്മൾ സ്വപ്നത്തിന് പുറത്താണ്. പക്ഷെ ഒരുപാട് കളറുകൾ, വിവിധ രൂപങ്ങൾ, ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലെ ചില ഇമേജുകളായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഞാൻ ഹിപ്നാഗോഗിക്കാണ്, സ്വപ്നത്തിലേക്ക് കടക്കാനുള്ള സ്റ്റേജാണെന്നുള്ളത്. പക്ഷെ നമ്മൾ കടക്കാനായിട്ട് വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യണം. വീണ്ടും അവിടെ നമ്മൾ സ്വപ്നത്തിന് പുറത്തു നിന്നാണ് നോക്കുന്നത്. അടുത്ത സ്റ്റേജിൽ നമ്മൾ ഈ സ്വപ്നം പുറത്തു നിന്ന് നോക്കി കാണുവാണ്. എന്തൊക്കെയാണ് അതിന് കുറച്ചുകൂടെ വ്യക്തത വന്ന് ആ സ്വപ്നം വളരെ ക്ലാരിറ്റിയോട് കൂടി അടുത്താകുമ്പോൾ നമ്മൾ ആ ബോധം നമ്മുടെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്താതെ നമ്മൾ പെട്ടെന്ന് അതിനകത്തോട്ട് കയറി ഒരു കഥാപാത്രത്തിലേക്ക്, ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ അങ്ങ് എൻട്രി ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ അതാണ് ട്രാൻസിഷൻ, കോൺഷ്യസ് ട്രാൻസിഷൻ.
ബോധത്തോടു കൂടി കടക്കുക, മാറ്റം വരുത്തുക, അങ്ങോട്ട് നമ്മൾ സ്വപ്നത്തിലേക്ക് കടക്കുക. അപ്പോൾ അവിടെ അവയർനെസ്സോടു കൂടി അപ്പം നമ്മൾ ഡീപ്പ് മൈൻഡിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ 5ാമത്തെ സ്റ്റേജിൽ ചെയ്തത്. 6ാമത്തെ സ്റ്റേജിൽ നമ്മൾ ലൂസിഡിറ്റി ആക്ടിവേഷൻ. ലൂസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ് നിൽക്കുക എന്നുള്ളതാണ്. നമ്മളപ്പോൾ ഡീപ്പ് സ്ലീപ്പിലായി പോകാതെ നമ്മൾ ലൂസിഡിറ്റിയിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജാഗ്രതയിൽ നിന്നുകൊണ്ട് ഞാൻ സ്വപ്നത്തിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് മൈൻഡ് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നാൽ നിയന്ത്രണത്തിലാണ് പതിയെ നമ്മൾ ആ സ്വപ്നം നമ്മൾ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മൾ തുടങ്ങും. 7ാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രീമിനെ സ്റ്റെബിലൈസ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് ഈ സ്വപ്നം ചിലപ്പം ഷിവർ ചെയ്യുകയോ മാറിപ്പോവുകയോ നമ്മൾ സ്വപ്നത്തിനകത്തൊരു ബോർഡ് വായിക്കുകയോ എന്തെങ്കിലും വായിക്കുകയോ ചെയ്തിട്ട് വീണ്ടും അത് വായിക്കാൻ നോക്കിയാൽ നമുക്ക് നടക്കത്തില്ല. അപ്പോൾ വേറൊരു മെസ്സേജ് ആയി പോകും. കൈക്കകത്തോടൊരു കൈ കടന്നു പോകുന്നത് പോലെയാണ്. മൂക്കിൽ നമ്മൾ ഞെക്കിപ്പിടിച്ചാലും നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മളത് അറിയുന്നത്. അപ്പോൾ നമ്മളിവിടെ 7ാമത്തെ സ്റ്റേജിൽ സ്വപ്നത്തെ നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്. ഒരു ഡീപ്പർ സബ് കോൺഷ്യസ് ലെയറിലേക്ക് നമ്മളിതിനെ സ്ഥിരപ്പെടുത്തുന്നത് സാധ്യമാകും. 8ാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമ്മൾ കൺട്രോൾ ആക്ടിവേഷൻ. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മളെന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ അതിനകത്തുണ്ട്. ഇത് സ്വപ്നം കാണുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൻ്റെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി മാറ്റുക. ആകാശത്തിൻ്റെ നിറം മാറ്റുക, കാണുന്ന ബസ്സിൻ്റെയോ ചെടികളുടെയോ പൂക്കളുടെയൊക്കെ കളറൊക്കെ നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ യെസ് ഇറ്റ് ഈസ് ഇൻ കൺട്രോൾ. നമ്മൾ പല കാര്യങ്ങളും മാറ്റി നോക്കും. അപ്പോൾ അത് നമുക്ക് റിയാലിറ്റിയിൽ അത് നോക്കുമ്പോൾ മാറുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ വേൾഡുമായിട്ട് നമ്മൾ കട്ട് ഓഫ് ചെയ്തു. 9ാമത്തെ സ്റ്റേജിൽ നമ്മളവിടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മളെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് ഭയപ്പെട്ടില്ല, നമുക്ക് മാറ്റങ്ങൾ ഒരുപാട് വേണ്ടുന്ന ഒരു ഐഡൻറ്റിറ്റി, ഒരു വ്യക്തിത്വം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മുടെ ഗോളിൽ നമ്മൾ എത്തിച്ചേരുന്ന അവിടെ വിജയിക്കുന്ന മറ്റൊരു വ്യക്തിത്വമുണ്ട്. നമ്മളങ്ങനെ വിജയിക്കുന്ന വ്യക്തിത്വമായി നമ്മൾ പുനർനിർമ്മിക്കുകയാണ്. സെൽഫ് ഇമേജ് അവിടെ മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ ചിലപ്പോൾ ഇവിടെ നമുക്ക് 6 അടി 5.5 അടി പൊക്കമുള്ളൂ, നമ്മൾ പക്ഷേ അവിടെ 6.5 അടി പൊക്കമോ ശക്തി വളരെ കൂട്ടുകയോ എന്തെങ്കിലും നമുക്ക് പലതും ഇമേജസ് ഒരുപാടുള്ളത് രീതിയിലോ അങ്ങനെയൊക്കെ നമ്മൾ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യുകയാണ്, ആ എക്സ്ട്രാ കഴിവുകളുള്ളതായിട്ടോ. അപ്പോൾ അവിടെ പുതിയ സെൽഫ് ഇമേജ് കൊണ്ടുവരുന്നു, സ്വപ്നത്തിൽ നമ്മൾ എനാക്ട് ചെയ്യുന്നു. അപ്പം അത് നമുക്ക് ഒരു റിയാലിറ്റി ആയിട്ട് തന്നെ നമുക്ക് അവിടെ തോന്നാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ 10ാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്, അപ്പം ഐഡൻറ്റിറ്റി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മനസ്സ് മാറണമല്ലോ. അപ്പോൾ ഇവിടെ മനസ്സ് മാറുന്ന ടൂളുകൾ, എല്ലാ ടൂളും ഒന്നിച്ച് ഉപയോഗിക്കുകയല്ല. സാധാരണ മൈൻഡ് മാസ്റ്ററിൽ ഞാൻ 10 ടൂളാണ് പഠിപ്പിക്കുന്നത്, ഇതിനകത്ത് 20 ടൂള് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 20 ടൂളുകളിൽ നമുക്ക് ഏതൊക്കെ ടൂളുകളാണോ നമുക്ക് വെച്ച് മാറാനായിട്ട് പറ്റുന്നത് അത് നമുക്കങ്ങനെ ബിലീഫിനെ നമ്മൾ അവിടെ വെച്ച് പല ബിലീഫിനെ പഴയ പറ്റാത്ത ബിലീഫിനെയൊക്കെ മാറ്റം ചെയ്തിട്ട് പുതിയ ബിലീഫ്, എംപവറിങ് ബിലീഫ് നമ്മൾ കൊണ്ടുവന്നു, അതിനെ സ്ഥാപിച്ചു, മൈൻഡിനെ ശരിക്കും റീപ്രോഗ്രാം ചെയ്തു, നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മൾ റീപ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ചെയ്ത കാര്യത്തെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. റെപ്പറ്റീഷൻ ഇസ് ദ മദർ ഓഫ് സ്കില്ല. ന്യൂറൽ പാത്വേ നമുക്ക് ശക്തമാകാനാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യണം. പ്രധാന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ 11th സ്റ്റെപ്പ്. അപ്പോൾ അവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പുതിയ രീതിയിൽ നമ്മൾ പ്രോഗ്രാം സ്ഥിരീകരിക്കുന്നു. 12ാമത്തെ സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇമോഷണൽ ഇംപ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ നേടിയെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു വികാരം, ആ വികാരം നിങ്ങളുടെ സ്വപ്നത്തിൽ, നിങ്ങളുടെ ശരീരത്തും മനസ്സിലും എല്ലാം തോന്നി നിങ്ങളങ്ങ് എക്സൈറ്റഡ് ആവുകയാണ്. ആ വികാരത്തെ നമ്മൾ ഇംപ്രിൻറ്റഡ് ആക്കുകയാണ്, വികാരശക്തി അതങ്ങ് സ്ഥിരമാക്കുകയാണ്. ആ പോസിറ്റീവ് ഇമോഷൻ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. അപ്പം നമ്മളത് നേടുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന സ്റ്റേജിലേക്ക് നമ്മൾ ഇമോഷണൽ ഇംപ്രിൻറ്റിംഗ് എന്ന് പറയുന്ന 12ാമത്തെ സ്റ്റേജ് കൊണ്ടുവരും. 12ാമത്തെ സ്റ്റേജ് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്വപ്നത്തിലെ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലേയും കൊണ്ടുവരുവാണ്. 13ാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവിങ് ആണ്. കാരണം നമ്മൾ ആ സ്വപ്നത്തിലെ നമ്മൾക്ക് നമ്മുടെ ഇമേജ് മാറി, ഐഡൻറ്റിറ്റി മാറി, ഇമോഷൻ മാറി. അപ്പോൾ നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ശക്തമായിട്ടുള്ള പ്രോബ്ലം സോൾവിങ് ചെയ്യാനായിട്ട്, അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും അവിടെ എടുക്കാം. ആ പ്രോബ്ലത്തെ മുഴുവൻ എടുത്ത് അതിനുള്ള പരിഹാരങ്ങളെല്ലാം ഏറ്റവും ബെസ്റ്റ് പരിഹാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും. അതിന് നിങ്ങൾ അവിടുത്തെ ഈ സബ് കോൺഷ്യസ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കോംപ്ലക്സ് പ്രശ്നങ്ങൾക്ക് പോലും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പം ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി അത് മനസ്സിൽ ഓർത്ത് വെക്കാനായിട്ട് കൃത്യമായി ഓർത്ത് വെച്ചുകൊണ്ട് അടുത്ത നമ്മൾ 14ാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് നമ്മൾ എൻവയറോൺമെൻറ്റ് ക്രിയേഷനാണ്. എൻവയറോൺമെൻറ്റ് ക്രിയേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ
നമ്മൾ ജീവിക്കാൻ പോകുന്ന ഐഡിയൽ ലൈഫിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുകയാണ്. ഒരു സിനിമയിലെ ഛായാഗ്രഹണം ഉണ്ടാക്കുന്ന പോലെ സ്വപ്ന ലോകം നമ്മൾ ഉണ്ടാക്കുകയാണ് ഇമാജിനേഷൻ വെച്ച്. അവിടെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്ത മാറ്റങ്ങൾ നമുക്ക് ഏറ്റവും വളരാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുകയാണ്. 15ാമത്തെ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഭയങ്ങൾ, ഫിയർ ഡിസൊല്യൂഷനാണ്. നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭയങ്ങളെല്ലാം നമ്മൾ നോക്കിക്കാണുകയാണ്. ആ ഭയങ്ങളെ നമ്മളിവിടെ പവർഫുള്ളായല്ലോ, നമ്മുടെ ഐഡൻറ്റിറ്റി തിരിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഭയങ്കര ശക്തമായ ഐഡൻറ്റിറ്റി, ഭയത്തെ നമ്മൾ സ്വപ്നത്തിൽ നേരിടുകയാണ്. പാമ്പിനെ ഭയങ്കര പേടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാമ്പിനെ കൈകൊണ്ട് എടുക്കുകയാണ്. കിങ് കോബ്ര വേണേൽ കൈകൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്ങളെ നേരിട്ട് സബ് കോൺഷ്യസ് ലെവലിൽ നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കി കഴിയുമ്പം ഈ ഭയങ്ങളെല്ലാം ഡിസോൾവ് ചെയ്ത് നമ്മുടെ ന്യൂറൽ പാത്വേയിൽ ന്യൂറൽ സിസ്റ്റം ഡീസെൻസിറ്റൈസ്ഡ് ആയി പോകും. ഇങ്ങനെയുള്ള ഭയങ്ങളൊന്നും വന്നാൽ നമുക്ക് പ്രസംഗിക്കാൻ പേടിയുള്ള ആളിങ്ങനെ പ്രസംഗിച്ച് മാസങ്ങളോളം പ്രസംഗിച്ച് അതിശക്തനായ പ്രസംഗകനായി നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഇതിൽ കൂടെ നടത്തിയെടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് 16ാമത്തെ സ്റ്റെപ്പ് നമ്മൾ മെമ്മറി റീറൈറ്റിംഗ് ആണ്. അത് ഇപ്പോഴത്തെ മെമ്മറി അല്ല, സ്വപ്നത്തിലെ മെമ്മറി അല്ല. ജീവിതത്തിൽ ആദ്യകാലം മുതൽ നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മൾ ഇഷ്ടപ്പെടാത്ത ട്രോമാറ്റിക് മെമ്മറീസ് എല്ലാം നമ്മൾ റീഡിഫൈൻ ചെയ്ത് അതിൽ റീലീവ് ചെയ്ത് ഇമോഷണലി നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ എല്ലാം ഒരു മീനിങ്, അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു എല്ലാ ട്രോമയ്ക്കകത്തും പ്രശ്നത്തിനകത്തും വിസ്ഡം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ള വിസ്ഡം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മെമ്മറിയിൽ റീറൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ മെമ്മറി എല്ലാം മാറിപ്പോകും. അപ്പോൾ ഒരു 10-30 ദിവസം മുതൽ 90 ദിവസം വരെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് മെമ്മറി എല്ലാം പഴയകാല ബുദ്ധിമുട്ടിക്കുന്ന ഒരു മെമ്മറി നമ്മുടെ മനസ്സിൽ കാണത്തില്ല റിയൽ ലൈഫിൽ. അപ്പോൾ ഇനി 17ാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ എക്സ്റ്റൻഷൻ. ഈ സ്വപ്നം നമ്മൾ നിർത്തി വെക്കുകയല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട സമയം, ഇപ്പോൾ 8 മണിക്കൂർ ഓടുമ്പം നമ്മൾ ഉറങ്ങുമ്പോൾ 4 മണിക്കൂർ നമ്മൾ വീണ്ടും ഇതിലേക്ക് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നമുക്കത് വീണ്ടും എക്സ്റ്റൻഷൻ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ നിന്ന് പുറത്ത് ചാടിക്കഴിഞ്ഞാൽ നമ്മളുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതിനുള്ള ഓൾറെഡി നിങ്ങൾക്ക് ആപ്പിനകത്തുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വീണ്ടും ചെയ്യാനായിട്ട് പറ്റും. സ്വപ്നം നിങ്ങൾക്ക് കുറച്ചുകൂടെ, അപ്പോൾ അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് വർക്ക് ചെയ്ത് അതങ്ങ്, അപ്പോൾ ഇത് ബോധത്തോടു കൂടിയാണ് സ്വപ്നം കാണുന്നുള്ളതുകൊണ്ട് പതിയെ നിങ്ങൾ എന്ത് കണ്ടോ അത് റിപ്പീറ്റ് ചെയ്ത് 10-90 ദിവസം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പം അത് നിങ്ങളുടെ ബേസിക് അവയർനെസ്സായി, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ അവയർനെസ്സായി, നമ്മൾ ഉറങ്ങാത്ത സമയത്തൊക്കെയുള്ള എപ്പോഴുമുള്ള അവയർനെസ്സായിട്ട് മാറ്റും. 18ാമത്തെ സ്റ്റേജ് വരുമ്പോൾ നമ്മളിപ്പം എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സാധനങ്ങളെല്ലാം ലഗേജും എല്ലാം പാക്ക് ചെയ്ത് പോകുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വപ്ന ലോകത്തുനിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള പ്രിപ്പറേഷൻ, ഗ്രാജുവൽ എക്സിറ്റ് പ്രിപ്പറേഷൻ. അപ്പോൾ ഷോക്കില്ലാതെ നമ്മൾ ചൊവ്വയിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ വേക്കിംഗ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ നല്ല ഓർമ്മകളും നല്ല മെമ്മറീസും എല്ലാം നമ്മൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ നടന്ന കാര്യം ഒരിക്കൽ കൂടെ അതുപോലെ റീവൈൻഡ് ചെയ്ത് നോക്കി അതിനെ ഓർമ്മകളെ സമ്പുഷ്ടമാക്കി വ്യക്തമായിട്ട് റീപ്ലേ ചെയ്തതിന് ശേഷം വേണം വരാനായിട്ട്. 19ാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ വെയ്ക്ക് ആൻഡ് റീകോൾ. ഇവിടെ നമ്മൾ ഉണരുകയാണ്, പക്ഷെ കണ്ണ് തുറക്കത്തില്ല. നമ്മൾ ഉണർന്നു കഴിഞ്ഞിട്ട് അവിടെ കിടന്നുകൊണ്ട് നമ്മൾ സ്വപ്നത്തെ വ്യക്തമായി നമ്മൾ പുറകോട്ട് പോയി ഓർക്കുവാണ്, റീവൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ലേണിംഗ് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിർണായകമായിട്ട് നമ്മൾ എടുക്കുകയാണ്. 20ാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ ഇതിനെ നമ്മൾ മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇതിനെ നമ്മൾ ജീവിതത്തിൽ അതിനകത്ത് ഇന്ന് കണ്ട സ്വപ്നത്തിൽ നിന്ന് ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ലിസ്റ്റ് തന്നെ എഴുതി ഉണ്ടാക്കി സ്വപ്നത്തിൽ വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡ്രീം ജേണലിനകത്ത് എപ്പോഴും എഴുതണം. 10 മിനിറ്റ് കഴിഞ്ഞാൽ സ്വപ്നം മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്, എത്ര കഴിവുള്ളവർക്കും പാടാണ്. അതുകൊണ്ട് നമ്മൾ ഡ്രീം ജേണൽ എഴുതി നമ്മൾ തയ്യാറാക്കി, എന്നിട്ട് മാത്രമേ നമ്മൾ ബെഡിൽ നിന്ന് പുറത്തു വരാവൂ. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണമെന്നുള്ളതും കൂടെ നമ്മൾ തീരുമാനമെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വഴികൾ കണ്ടുണ്ട്. അപ്പോൾ മാറ്റം നമുക്ക് ആഴത്തിലുള്ള മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. സബ് കോൺഷ്യസ് ബിലീഫ് മാറിപ്പോകും. സബ് കോൺഷ്യസ് ബിലീഫിനെ നമ്മൾ കംപ്ലീറ്റ്ലി റീറൈറ്റ് ചെയ്ത് സെൽഫ് ഇമേജ് കംപ്ലീറ്റ്ലി മാറിപ്പോകും. ഫിയർ മാറിയിട്ട് ഭയങ്കരമായ കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി വലുതായിട്ട് നമുക്ക് വളരും, ഇൻറ്റ്യൂഷൻ വർദ്ധിക്കും, ഇമോഷണൽ ഹീലിംഗ് വളരെ വലുതാകും, റിയൽ ലൈഫ് ബിഹേവിയർ നമുക്ക് വളരെ വലുതാകും. ഇത് ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ടത് 21 ദിവസമാണ്. അപ്പോൾ 21 ദിവസം ആകാതെ നമ്മൾ ഒരു ലൂസിഡ് ഡ്രീം മാറ്റരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ 90 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ മെൻ്റൽ രീതികൾ, ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിറ്റി എല്ലാം നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു റിയൽ ന്യൂ യു ആയിരിക്കും.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ 20 പറഞ്ഞു തന്നു. ഇത് വളരെ വിപുലമായിട്ട് നിങ്ങൾക്ക് ഇ ലേണിങ്ങിനകത്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കൊടുത്ത് കേൾക്കാനായിട്ട്, കാരണം ഒരാളുടെ ജീവിതം മാറാനായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് ഞാനപ്പോൾ ഈ ബോധ മനസ്സുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഉപബോധ മനസ്സ് അത് എടുക്കാതെ വീണ്ടും അവരുടെ ദിവസത്തിലുള്ള ഓരോ കാര്യങ്ങളിലും മെഡിറ്റേഷനൊക്കെ നിർത്തിവെക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതെനിക്ക് ഉറപ്പാണ്, നിങ്ങൾ 90 ദിവസം ലൂസിഡ് ഡ്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരിക്കലും ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെട്ടു പോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാ നല്ല ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.